السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പല ആളുകൾക്കുമുള്ള പരാതി, ഉസ്താദെ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ നിസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് തീരെ ഒരു ഖുശൂഅ് കിട്ടുന്നില്ല. നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിന്ത പല ഭാഗങ്ങളിലേക്കും പല കാര്യങ്ങളിലേക്കും പോകുന്നു. ആ നിസ്കാരത്തിൽ എനിക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവിടാൻ എനിക്ക് കഴിയുന്നില്ല. പലപ്പോഴും 4 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 4 റക്അത്ത് നിസ്കരിച്ചോ, അതല്ല 3 ആണോ നിസ്കരിച്ചത്, അതല്ല 5 നിസ്കരിച്ചോ, ഈ വക പല സംശയങ്ങളും നമുക്ക് വരാനുള്ള കാരണം തന്നെ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളത് കൊണ്ടാണ്. നിസ്കാരത്തിൽ നമ്മൾ എന്തെങ്കിലും മറന്നുകൊണ്ട് ചെയ്താൽ, നമുക്കറിയാതെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം. ഓക്കെ, ശരി തന്നെയാണ്. നിസ്കാരം ആ മറന്ന കാര്യം നമുക്കതുകൊണ്ട് വീട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാത്ത ഒരു പ്രശ്നം പല ആളുകളും പരാതി പറയുന്നുണ്ട്. ഞാനടക്കമുള്ളവർക്കൊക്കെ ഉള്ള വിഷയം ഇതാണ്. എന്നാൽ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടാൻ നമുക്കൊരു ചെറിയ മാർഗം ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഖുർആനിൽ പറയുന്നു, വൈലുല്ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. പല ആളുകളും നിസ്കരിക്കുന്ന പല ആളുകളും ആ നിസ്കാരം കൊണ്ട് അവർ നരകത്തിലേക്കാണ് എത്തുന്നത്. കാരണം അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അശ്രദ്ധരായിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത്. അവർ നിസ്കരിക്കുന്നുണ്ട്, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, അത്തഹിയാത്തിലിരിക്കുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സറിയാതെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്യണം. ശ്രദ്ധ അവിടെ ഒന്നുമില്ല. ശ്രദ്ധ നമുക്ക് കടം കൊടുത്ത പൈസയും കടം കിട്ടാനുള്ള പൈസയും, ഇന്ന് ആരൊക്കെ നമ്മുടെ കച്ചവടത്തിൽ നിന്ന് കടം വാങ്ങി, അവന് മുമ്പെത്ര തരാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എവിടെയൊക്കെ കല്യാണങ്ങളുണ്ട്, ഇന്ന് എവിടെയൊക്കെ പോകണം, ഇങ്ങനെയുള്ള ഓരോ പ്ലാനുകളുമായിട്ട് നിസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇങ്ങനെയുള്ള നിസ്കാരക്കാരെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ നിസ്കാരം കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും വരാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സുമെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ആ നിസ്കാരത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. 2 പേര് സംസാരിക്കുന്ന സമയത്ത് ഒരുത്തൻ എവിടൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിന് വെറുതെ മൂളിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റവന് മനസ്സിലാകും, ഇവൻ വെറുതെ ഞാൻ പറയുന്നു ശ്രദ്ധിക്കുന്നില്ല, ഇവൻ്റെ ചിന്ത വേറെവിടെയോ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് ഇവനോട് സംസാരിക്കാൻ തന്നെ അവനക്കൊരു താല്പര്യം ഉണ്ടാവില്ല. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരം അവിടെ വെച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോകും. ഇതാണ് മനുഷ്യന്മാർ തമ്മിലുള്ള അവസ്ഥയെങ്കിൽ, നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് നമ്മുടെ ആ 5 നേരത്തെ നിസ്കാരത്തിലെങ്കിലും ശ്രദ്ധിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ വലിയ അപകടത്തിലാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരത്തിലും നമ്മൾ ചിന്തിക്കുക, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. ഇതൊരു വലിയ ഒരു മരുന്നാണ് ഇതിനുള്ള, ഈ പ്രശ്നത്തിനുള്ള ഒരു മരുന്നാണത്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ചിന്തിക്കുക, ഇതെൻ്റെ അവസാനത്തെ ളുഹറായിരിക്കും, നാളത്തെ ളുഹറിന് ഞാൻ ഉണ്ടാവൂല എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കുക. മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇവിടെ ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മൾ ഇത്ര കാലം ജീവിക്കാമെന്ന് ആർക്കും ഇവിടെ ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. ആ സ്ഥിതിക്ക് നമുക്ക് ചിന്തിക്കാം, ഇത് ഇന്നത്തെ എൻ്റെ ളുഹർ, ഈ നിസ്കാരം ഇതിൻ്റെ അവസാനത്തെ ളുഹറാണ്, നാളത്തെ ളുഹറിന് ഞാൻ ഉണ്ടാകൂല. അങ്ങനെ എത്ര ആളുകളാണ് നാളെയല്ല, ഞാൻ ഇനിയും ഒരു 10 കൊല്ലം ജീവിക്കുമെന്ന് ചിന്തിച്ചിടത്ത് നിന്നുകൊണ്ട് പിറ്റത്തെ ദിവസത്തെ ളുഹറിന് പോലും അവരുണ്ടാകൂല. അല്ലെങ്കിൽ രാത്രി ഇശാ നിസ്കരിച്ച് കടന്നുറങ്ങിയ വ്യക്തി പിറ്റേ ദിവസത്തെ ഇശായിന് പോയിട്ട് ചിലപ്പോൾ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ എണീപ്പിക്കാൻ നോക്കുന്ന സമയത്ത്, ഉണർത്താൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. ഇങ്ങനെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്,
ഇതെൻ്റെ അവസാനത്തെ ഇബാദത്താണ്, ഇതെൻ്റെ അവസാനത്തെ ളുഹറാണ്, ഇതെൻ്റെ അവസാനത്തെ അസറാണ്, നാളെ ഞാൻ ഈ അസർ നിസ്കരിക്കാൻ ഉണ്ടാകില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും ആ നിസ്കാരത്തിൽ നമുക്ക് കുറച്ചൊക്കെ ഇഖ്ലാസ് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സോടെയുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ അള്ളാഹു ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്, എല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടെ ഖുശൂഅോടുകൂടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.